ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ എനർജി എന്താണെന്ന്. ഡിസംബർ 5th കളക്റ്റീവ് ഊർജം എന്താണ്? താങ്ക് യു. നയൻ ഓഫ് സോഡ്സ്. ഒത്തിരി ചിന്തകളുടെ ഊർജ്ജം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവർ തിങ്ക് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു ഊർജ്ജമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. അപ്പോൾ അവിടെ കുറച്ചൊരു കംഫർട്ട്, ഒരു സമാധാനം, ആശ്വാസം നൽകുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ്, ബ്ലെസ്സിങ്സ്, ഈശ്വരൻ്റെ എന്തെങ്കിലുമൊക്കെ ഊർജ്ജങ്ങളായിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം കടന്നു വരുന്നത്. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് വിഷമിച്ച എന്തെങ്കിലും കാര്യങ്ങൾക്കൊരു വ്യക്തത, ഈശ്വരൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിവൈൻ ഇൻ്റർവെൻഷൻ ആയിരിക്കാം. അതുവഴി എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ ഊർജ്ജമായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് കടന്നു വരുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ഈ ഒരു ദിവസം ഒത്തിരി ഫോക്കസിൽ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പേരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് സാമ്പത്തിക മേഖലയിലായിരിക്കാം. അവിടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു സുരക്ഷിതത്വം നൽകുന്ന എന്തെങ്കിലും എനർജീസ് കടന്നു വരുന്നുണ്ടാകാം. ട്രാവൽ, യാത്രകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്ക് സംരക്ഷണം ലഭിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പൈസ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് പേർക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. പല രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ലൈഫിൽ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി നൽകുന്ന കാര്യങ്ങൾ, ചോയ്സസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുറച്ച് പേര് പ്രയത്നിക്കുന്നതായിട്ട് ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 4 ഓഫ് സോഡ്സ്. കുറച്ച് പേർക്ക് ഇത് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ കുറച്ചൊരു എഫേർട്ട്, കുറച്ചൊരു നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു ശ്രദ്ധയോടുകൂടി എനർജീസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നൽകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും എഫേർട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ഒത്തിരി ഗുണങ്ങൾ, ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതാണ് കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കണക്ഷൻ്റെ ഊർജ്ജം, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം, ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പാസ്റ്റിൽ നിന്നിട്ടുള്ള ഊർജ്ജങ്ങളായിരിക്കാം, ചിലപ്പോൾ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു കണക്ഷൻ ആയിരിക്കാം. അപ്പോൾ ആ ഒരു കണക്ഷൻ എവിടെ നിന്നാണ് ആ ഒരു ഊർജ്ജം സ്റ്റാർട്ട് ആയേക്കുന്നത്, എവിടെയാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്, അത് കുറച്ച് പേർക്ക് മനസ്സിലാകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഹോം, കുടുംബം, അവിടെ നിങ്ങൾ കുറച്ചും കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള എനർജി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവിടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ്. എഗെയിൻ ബാലൻസ് ആണ്. സാമ്പത്തികമായിട്ടുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഓവറോൾ നിങ്ങളുടെ ഊർജ്ജത്തിൽ ഒരു ബാലൻസ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കുറച്ച് പേർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ബാക്കിൽ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ ജ്ഞാനം, അറിവുകൾ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പാസ്റ്റിലെ എന്തെങ്കിലും സ്ട്രഗിൾസ്, അവിടെ എന്തെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ആയിരിക്കാം കുറച്ച് പേർക്ക് വരുന്നത്. കുറച്ച് പേർക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷമത്തിൽപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു കടക്കാനായിട്ടുള്ള ഒരു എനർജി, ഒരു ആൻസർ കുറച്ച് പേർക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. കളക്റ്റീവ് എനർജി ഫ്രൈഡേ. കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും ഊർജ്ജങ്ങൾ റിട്ടേൺ ആയിട്ടും വരുന്നുണ്ടാകാം. ഓർമ്മകൾ വഴിയായിരിക്കാം, വ്യക്തികൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മിററിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ പെട്ടെന്നുള്ള ഊർജ്ജങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ആക്ഷൻസ് എടുക്കണം, പെട്ടെന്നുള്ള ന്യൂസ്, ഇൻഫർമേഷൻ, അപ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഊർജ്ജങ്ങൾ വരുന്ന സമയത്ത് അതിനെ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. 2 ഓഫ് കപ്സ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലവ്, റൊമാൻസ്, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ, അല്ലെങ്കിൽ കുടുംബം, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്.
അവിടെ കുറച്ചൊരു ബാലൻസ് സൃഷ്ടിക്കാനായിട്ട്, കുറച്ചൊരു ഫൊർഗീവ്നെസ്, ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ചാലഞ്ചസും എൻഡ് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് എഫേർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. എഗെയിൻ ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് സ്ലീപ്പ്, നിങ്ങളുടെ ഉറക്കം, അത് ശ്രദ്ധിക്കുക. ഉറക്കമില്ലായ്മ അങ്ങനത്തെ ഊർജ്ജങ്ങളിൽ കൂടെ പോകുന്നുണ്ട്. ചിലപ്പോൾ ഓവറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, ടെൻഷൻ കൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഊർജ്ജങ്ങളിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേരോട് കെയർഫുൾ ആകാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത്, കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതും ഒത്തിരി സഹായമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് വിശ്രമം എടുക്കുക, നിങ്ങളുടെ സ്പേസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെല്ലാം കുറച്ചൊരു മുൻഗണന കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ നല്ല ഡിസിഷൻസ്, നല്ല തീരുമാനങ്ങൾ, നല്ല ഊർജ്ജങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എഗെയിൻ ഒത്തിരി അറിവുകൾ, ജ്ഞാനം വരുന്നതാണ്, ഒത്തിരി ഇൻസൈറ്റ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ചിലപ്പോൾ ഒത്തിരി ഡൗൺലോഡ്സ്, ഒത്തിരി ഊർജ്ജങ്ങൾ വരുന്നുണ്ടാകാം നിങ്ങളുടെ അടുത്തോട്ട്, ക്ലാരിറ്റി, വ്യക്തത നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 5 ഓഫ് കപ്സിൻ്റെ ഊർജ്ജം വന്നിട്ട് ഫൊർഗീവ്നെസ് ആണ്. നിങ്ങളോട് ക്ഷമിക്കുക, മറ്റുള്ളവരോട് ആ ഒരു എന്തെങ്കിലും ദേഷ്യം അങ്ങനത്തെ ഊർജ്ജത്തിലിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹീലിംഗ് കൊണ്ടുവരിക, അതും ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാം സംഭവിക്കുന്നതിൻ്റെ പിന്നിലും ഒരു റീസൺ ഉണ്ടാകാം, ഒരു ചാലഞ്ച്, ഒരു പ്രശ്നം, ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നതിൻ്റെ പിന്നിലും എന്തെങ്കിലും ഒരു റീസൺ, ഒരു കാർമിക് എനർജി ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഹിഡൻ ആയിട്ടുള്ള ബ്ലെസ്സിങ്, പല ഹിഡൻ ആയിട്ടുള്ള ഊർജ്ജങ്ങളും ഉണ്ടാകാം അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എക്സാക്ട്ലി കാര്യങ്ങൾ വരാത്തപ്പോൾ ഒരു നിരാശയും ആയിരിക്കാം. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി ഉള്ള ആ ഒരു ഈശ്വരൻ്റെ സംരക്ഷണം മനസ്സിലാക്കി മുന്നോട്ട് പോകുക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻ നോക്കാം. താങ്ക് യു. കളക്റ്റീവ് എനർജി, ഫ്രൈഡേ December 5th. Today I am free of drama. Today I will let go of the people that do not support me and only surround myself with positive people. കുറച്ചും കൂടെ ഒപ്റ്റമിസ്റ്റിക് ആയിട്ട്, കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത ഡ്രാമ, ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി, ചിന്തിച്ച് വിഷമിക്കുന്ന എനർജി, അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന, നിങ്ങൾക്ക് ഉപകാരമായിട്ട് നിൽക്കുന്ന ഊർജ്ജങ്ങൾ എന്താണോ അത് തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നൽകുന്ന എനർജീസ് ചൂസ് ചെയ്യാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ടും ശ്രമിക്കുക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. ടുഡേ ഐ ഹാവ് ഫെയ്ത്ത്. ടുഡേ ഐ ഹാവ് ഫെയ്ത്ത് ആൻഡ് ട്രൂലി ബിലീവ് ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ. ടുഡേ ഐ ഫീൽ ഒപ്റ്റമിസ്റ്റിക്. കണ്ടോ, ശുഭാപ്തി വിശ്വാസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഓവറായിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ബിലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെന്താണ്, നിങ്ങളുടെ എനർജി എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, പൊട്ടൻഷ്യൽ എന്താണ്, അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളെന്താണെന്ന് ഫസ്റ്റ്, നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്, കുറച്ചും കൂടെ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ വിസ്ഡം, അറിവ്, ജ്ഞാനം, അതെല്ലാം ട്രസ്റ്റ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ അവബോധം, അതെല്ലാം കുറച്ചും കൂടെ വിശ്വസിച്ചിട്ട് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതും കുറച്ച് പേർക്ക് യൂസ്ഫുള്ളായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.